എന്താ? കാൽനട സെക്രട്ടേറിയറ്റിലേക്ക്. അതിന്? കാൽനട ജാഥയുടെ പിരിവാണെന്ന്. കാൽനട നടക്കുന്നെങ്കിൽ നടന്നോ, വേണമെങ്കിൽ കാസർഗോഡ് വരെ നടന്നോ. അതിന് ഞാനെന്തിനാ പിരിവ് തരുന്നേ? അങ്ങനെയൊന്നും പറഞ്ഞ് കളിയാക്കല്ലേ മോളെ. ഞാൻ സുധീഷ് മഞ്ചാടി, ഭരണകക്ഷി പാർട്ടിയുടെ യുവജന നേതാവാ. അറിയാം. അറിയാലോ. എങ്കിലേ ഒരു 5000 രൂപയുടെ രസീത് അങ്ങ് എഴുതി തരും. ക്യാഷ് എടുക്കാൻ പറ. ഇതെഴുതിയാ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. 10 രൂപ ഞാൻ തരില്ല. തരും. ഇവിടെ കച്ചവടം ചെയ്ത് ജീവിക്കണമെങ്കിലേ പിരിവ് തന്നേ പറ്റൂ. നേതാവേ, സകല പാർട്ടിക്കാർക്ക് ഞാൻ പിരിവ് കൊടുക്കാറുള്ളതാ, ആരെയും മുഷിപ്പിക്കാറുമില്ല. പക്ഷെ നിങ്ങളുടെ പാർട്ടി മാത്രം മാസാമാസം ഓരോരോ കാരണവും പറഞ്ഞ് പിരിവിന് വരും. ഏരിയ സമ്മേളനം, ജില്ലാ സമ്മേളനം, ബക്കറ്റ് പിരിവിന് വരെ ഞാൻ കാശ് തന്നു. ഇങ്ങനെ നടക്കുന്നതിനും ഓടുന്നതിനും ഒന്നും കാശ് തരാൻ എന്റെ ഇല്ല. അപ്പോ തരില്ല എന്നുള്ളത് തീർച്ചയാണല്ലേ? പല പ്രാവശ്യം പറയണോ? പിണക്കി വിടുന്നത് സുധീഷ് മഞ്ചാടിയെയാ, അത് ഓർമ്മ വേണം. ഓ, ഓർത്ത് വെക്കാം. പാമ്പിനെ നോവിക്കുന്ന പോലെയാ സുധീഷിനോടുള്ള വെല്ലുവിളി. കരുതിയിരുന്നോ, ഭവിഷ്യത്ത് ഭയങ്കരമായിരിക്കും. താനെന്താ വലിയച്ഛയെ പേടിപ്പിക്കണോ? അല്ല മോളെ, പഠിപ്പിക്കുക. അനുഭവം കൊണ്ട് നീ പഠിക്കും. നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടയ്ക്കേറി വർത്താനം പറയുന്നേ? അയാൾ എന്തിനാ വലിയച്ഛ ആവശ്യമില്ലാതെ ഭീഷണിപ്പെടുത്തിയത്? അതൊക്കെ കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം. എനിക്കും അറിയാം, കൈകൊണ്ട് കൈകാര്യം ചെയ്യാൻ. എന്റെ ഈശ്വര, ഇതാണായിട്ട് ജനിക്കേണ്ടതായിരുന്നു. ഒരാങ്ങളില്ലാത്തന്റെ സങ്കടം മാറിക്കിട്ടി. അയ്യോ, കോർപ്പറേഷൻ ഓഫീസിൽ പോകുന്ന കാര്യം മറന്നു. പറഞ്ഞ സമയത്ത് ചെന്നില്ലെങ്കിൽ അവന്മാരുടെ വായിരിക്കുന്ന കേൾക്കണം. ആ അഖിലേ, ഞാൻ കോർപ്പറേഷൻ ഓഫീസിൽ പോകാൻ റെഡി ആയിട്ട് വരാം. ശരി ചേച്ചി. എന്നടാ എന്താടാ ഇന്ന് നിന്റെ മുഖത്തൊന്ന് ഇച്ചിരി വിട്ടുമാറുന്നില്ലല്ലോ? എന്തു പറ്റി? വല്ല നല്ല കാര്യം വന്ന് കയറിയോ? അങ്ങനെ ജീവിതത്തിലേക്ക് വന്നു കയറാൻ മാത്രം ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ ഒരു പെൺകുട്ടി മനസ്സിൽ ചെറുതായിട്ട് ഉടക്കി നിൽക്കുന്നുണ്ട്. ഉടക്കി എന്ന് പറയുമ്പോ? ഉടക്കി എന്ന് പറഞ്ഞാ നല്ലൊരു ഉടക്കിലൂടെ മനസ്സിലൊന്ന് ഉടക്കി, ഒന്ന് കൊളുത്തി. പെമ്പിള്ളരായാലേ അങ്ങനെ വേണം, അത്രയ്ക്ക് തൻ്റെ ഇടം വേണം. ഉടക്കിലൂടെ അടുക്കാന്നുള്ളത് ഒരു സ്ഥിരം പ്രോസസ്സാ. അത് പ്രേമത്തിലാ കലാശിക്കാറ്. ഇതങ്ങനെയൊന്നും അല്ലടാ. പ്രേമത്തിനൊന്നും നിന്ന് തരില്ല അവള്. ആരാ കക്ഷി? ഒരാള്. ഇപ്പൊ നീ തൽക്കാലം ഇത്ര അറിഞ്ഞാ മതി കേട്ടോ. ആ